ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നമ്മളിവിടെ ഇന്ന് കാണാൻ പോകുന്നത്. അതിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ ഒരു ചോക്ലേറ്റ് മുട്ടായിയായി വരുന്ന വരെയുള്ള പ്രോസസ്സാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത്. കൊക്കോ മരങ്ങൾ സാധാരണയായി വലിയ മരങ്ങളുടെ തണലിലാണ് നന്നായി വളരുന്നത്. അതുകൊണ്ടുതന്നെ തോട്ടങ്ങളിൽ ഇവയെ നട്ടുപിടിപ്പിക്കുമ്പോൾ മറ്റു വലിയ മരങ്ങളുടെ തണൽ ഉറപ്പാക്കാൻ കൃഷിക്കാർ ശ്രദ്ധിക്കാറുണ്ട്. 3 മുതൽ 5 വർഷത്തിനുള്ളിൽ കൊക്കോ മരങ്ങൾ കായ്ച്ചു തുടങ്ങും. കായ്കൾ പാകമാകുമ്പോൾ അവയുടെ നിറം പച്ചയിൽ നിന്ന് മഞ്ഞയോ ഓറഞ്ചോ ആയി മാറും. ഈ സമയത്താണ് കൃഷിക്കാർ അവ തോട്ടങ്ങളിൽ നിന്ന് ശ്രദ്ധയോടെ വിളവെടുക്കുന്നത്. വിളവെടുത്ത കായ്കൾ അധികം താമസിയാതെ തോട്ടത്തിന്റെ ഒത്ത നടുക്കോ മറ്റോ ഒരു പ്രത്യേക സ്ഥലത്ത് കൂട്ടിവെക്കും. തുടർന്ന് മൂർച്ചയുള്ള കത്തികൾ ഉപയോഗിച്ച് ഈ കായ്കൾ ഓരോന്നായി പൊട്ടിച്ച് ഉള്ളിലെ വെളുത്ത മാംസലമായ പൾപ്പും അതിൽ പൊതിഞ്ഞിരിക്കുന്ന കൊക്കോ കുരുകളും ശ്രദ്ധയോടെ വേർതിരിച്ചെടുക്കും. ഈ പൾപ്പും കുരുകളും കൂടിച്ചേർന്നാണ് പിന്നീട് ചോക്ലേറ്റിന്റെ തനതായ രുചിയും ഗുണനിലവാരവും രൂപപ്പെടുത്തുന്നത്. അടുത്ത സുപ്രധാനമായ ഘട്ടമാണ് ഫെർമെന്റേഷൻ. വേർതിരിച്ചെടുത്ത കൊക്കോ കുരുകളും പൾപ്പും തടിപ്പെട്ടികളിലോ അല്ലെങ്കിൽ നിലത്ത് തന്നെ വാഴയിലകൾ ഉപയോഗിച്ച് മൂടി കുറച്ചു ദിവസത്തേക്ക് സൂക്ഷിക്കും. ഇതിന്റെ ചൂടിൽ കുരുക്കളുടെ പുറത്തെ പൾപ്പ് പുളിച്ചു തുടങ്ങും. ഈ പ്രക്രിയയാണ് ചോക്ലേറ്റിന് അതിന്റെ പ്രശസ്തമായ രുചിയും സുഗന്ധവും നൽകുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ഫെർമെന്റേഷൻ കഴിഞ്ഞാൽ കുരുക്കൾ വെയിലത്തിട്ട് പൂർണ്ണമായി ഉണക്കണം. നല്ല സൂര്യപ്രകാശത്തിൽ ഇവ ദിവസങ്ങളോളം ഉണക്കുമ്പോൾ കുരുക്കളിലെ ജലാംശം കൃത്യമായ അളവിൽ കുറയേണ്ടതുണ്ട്. ഈ ഉണക്കൽ പ്രക്രിയ ശരിയായില്ലെങ്കിൽ പിന്നീട് ചോക്ലേറ്റ് പൊടിക്കുമ്പോൾ അത് ഗുണനിലവാരമുള്ളതാകില്ല. അതിനുശേഷം അതിൽ കുരു എടുത്തിട്ട് പൊട്ടിച്ചു നോക്കും ഇത് നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ടോ എന്ന്. ഉണങ്ങിയ കുരുക്കളെ പിന്നീട് ഫാക്ടറിയിലേക്ക് അയക്കും. ഫാക്ടറിയിൽ എത്തിയ ശേഷം ഈ കുരുക്കളെ പ്രത്യേക മെഷീനുകൾ ഉപയോഗിച്ച് വൃത്തിയാക്കും. അതിനുശേഷം അതൊരു ഫാക്ടറിയിൽ പോയി അവിടെയുള്ള കൊക്കോ കുരുക്കൾ മൊത്തം ഒരു കൺവെയറിലേക്ക് നിറയ്ക്കും. അതിനുശേഷം കുരുക്കൾ വറുത്തെടുക്കുന്നു. ഈ വറുക്കൽ പ്രക്രിയയുടെ ഫലമായാണ് ചോക്ലേറ്റിന്റെ പ്രത്യേകമായ മണവും നിറവും രൂപപ്പെടുന്നത്. വറുത്തുകഴിഞ്ഞാൽ കൊക്കോ കുരുക്കളുടെ മുകളിലെ തൊലി നീക്കം ചെയ്യുന്നു. ഈ തൊലികൾ നീക്കം ചെയ്ത കുരുക്കളെ പിന്നീട് അരച്ചെടുത്ത് ചോക്ലേറ്റ് ലിക്വർ എന്നറിയപ്പെടുന്ന ദ്രാവക രൂപത്തിലാക്കി മാറ്റും. ഈ ലിക്വറിലേക്ക് പിന്നെ പഞ്ചസാരയും പാലും വെണ്ണയും ചേർത്ത് നല്ല മിനുസമാകുന്നതുവരെ വീണ്ടും അരച്ചെടുക്കും. ഇതിനെയാണ് കോഞ്ചിങ് എന്ന് പറയുന്നത്.
ചോക്ലേറ്റ് മിഠായികൾക്ക് ആവശ്യമായ തിളക്കവും മിനുസവും കിട്ടാനായി അവയെ ഒരു പ്രത്യേക താപനിലയിൽ ചൂടാക്കി തണുപ്പിക്കുന്ന ടെമ്പറിംഗ് പ്രക്രിയയിലൂടെ കടത്തിവിടുന്നു. ഇതിനുശേഷം മിശ്രിതം അച്ചുകളിലേക്കൊഴിച്ച് തണുപ്പിച്ചെടുക്കുന്നതോടെയാണ് ചോക്ലേറ്റ് മിഠായികൾ രൂപപ്പെടുന്നത്. ഇങ്ങനെ തയ്യാറായ മിഠായികൾ കൺവെയർ ബെൽറ്റിലൂടെ നീങ്ങി ഓട്ടോമാറ്റിക് മെഷീനുകളിലെത്തി പ്രത്യേക കവറുകളിൽ സുരക്ഷിതമായി പാക്ക് ചെയ്യപ്പെടുന്നു. അവസാനമായി ഈ പാക്കറ്റുകൾ വലിയ ബോക്സുകളിലാക്കി കസ്റ്റമറിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന മുഴുവൻ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക.